Finding the motion in real problems. To evaluate L and E, find the relation between the position vector m1 and m2 to R. The equation 2.6 and 2.7. The position vector of m1 and m2 relative to the center of mass R. R1 dash is equal to m2 divided by m1 plus m2 into R. And R2 dash is equal to minus of m1 divided by m1 plus m2 into R. അതായത് നമുക്ക് എല്ലും ഇയും ആണ് ഇവാലുവേറ്റ് ചെയ്തത്. എൽ ആംഗുലാർ മൊമെൻറ്റും ഈ ടോട്ടൽ എനർജിയുമാണ്. നമുക്ക് അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അക്കോർഡിംഗ് ടു സെൻട്രൽ ഫോഴ്സ് ഓഫ് മോഷൻ ആസ് വൺ ബോഡി പ്രോബ്ലം നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. R1 ഈക്വൽ ടു m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു R ആൻഡ് R2 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m1 പ്ലസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു R എന്ന് പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മളതിൻ്റെ 2 മാസം നമ്മൾ അതിൽ കൺസിഡർ ചെയ്തിരുന്നു. അതിന് R എന്ന ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ വെക്ടറിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. അതാണ് എന്ത് R1 ഡാഷ് m1ൻ്റെത് R1 ഡാഷും m2ൻ്റെത് R2 ഡാഷും. സോ അതാണ് ഒരു ഫിഗർ ഔട്ട് റഫ് ഫിഗറാണത്. m1 m2 അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇത് ആറിന് വെച്ച ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. R1 ആൻഡ് R1 ഡാഷ് ആൻഡ് R2 ഡാഷ് അതിൻ്റെ പൊസിഷൻ വെക്ടർ. ദെൻ R1 ഡാഷ് ആൻഡ് R2 ഡാഷ് ലൈ are along the plane of motion. Hence m1 and m2 move about the center of mass in fixed plane and separated distance r. Okay, then നമ്മൾ അതിൻ്റെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലാനറ്റ് നമ്മൾ സണ്ണിനെ വെച്ച് നോക്കുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ മാസ് നമ്മൾ m1 എന്ന് എടുക്കുന്നു. ദെൻ അതിൻ്റെ സണ്ണിൻ്റെ മാസ് നമ്മൾ m2 എന്ന് എടുക്കുന്ന സമയത്ത് എന്താണ് m1 m2നേക്കാട്ടും സ്മോളറാണ്. സോ m2 ആണ് ഹയർ. ദെൻ അപ്പോഴുണ്ടാകുന്ന R1 ഡാഷിലും R2 ഡാഷിലും എന്ത് ചേഞ്ച് ഉണ്ടാകും? സോ R1 ഡാഷിൽ m2 എന്താണ് സ്മോളർ ആയതുകൊണ്ട് ഇത് നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നു. സോ m2 ക്യാൻസൽ ചെയ്താൽ എന്താണ് R1 ഡാഷ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? R ആയിരിക്കും. ദെൻ R2 ഡാഷിൻ്റെ കേസിൽ എന്താണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിമിലർലി എന്താണ് 0 ആയിരിക്കും. സോ അതെന്താണ് m1 m2 നെഗ്ലക്റ്റ് ചെയ്തു പോകുന്നു. m2 ആണ് ഇവിടെ ഹയർ വരുന്നത്. സോ സ്മോളർ എന്താണ് ഹയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ R2 ഡാഷ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ഓൾസോ റെഡ്യൂസ്ഡ് മാസ് മ്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താം? m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അപ്രോക്സിമേറ്റ്ലി m1ഉം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R ഈസ് ഈക്വൽ ടു m1 R1 പ്ലസ് m2 R2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അപ്രോക്സിമേറ്റ്ലി എന്തിന് ഈക്വലാണ്? R2ന് ഈക്വലാണെന്ന് പറയാൻ പറ്റും. m1 എന്ന് പറയുന്നത് ഫസ്റ്റ് അതിൻ്റെ മാസം, m2 സെക്കൻഡ് മാസം, അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് R1 ആൻഡ് R2 എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസ് center of mass lies along heavier mass m2 whereas the origin is usually fixed. Then there is no difference between the actual two body problem and the equivalent one body problem. അതായത് സെൻറ്റർ ഓഫ് മാസ് എന്താണ് മോർ മാസീവ് പാർട്ടിക്കിളാണ് എസെൻഷ്യലി ഒറിജിനിൽ ഫിക്സ് ആയിരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ടു ബോഡി പ്രോബ്ലത്തിലും വൺ ബോഡി പ്രോബ്ലത്തിലും എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നെയിംലി എന്താണ് അതായത് പറയുകയാണെങ്കിൽ m2 എന്താണ് ഹയർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്താണ് ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഹയർ മാസാണ് ഒറിജിനിൽ വെച്ചിരിക്കുന്നതെങ്കിൽ സെൻറ്റർ ഓഫ് മാസും അവിടെ തന്നെ ഉണ്ടാവും. സോ m2 ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഒരേ പൊസിഷനിൽ വരുമ്പോൾ എന്താണ് ഇൻ കമ്പാരിസൺ വിത്ത് m1 ആൻഡ് m2 m1നെയും m2നെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നെഗ്ലിജിബിൾ ആണെങ്കിൽ എന്താണ് ഒരു ടു ബോഡി പ്രോബ്ലത്തിന് പകരം എന്താണ് അവിടെ വൺ ബോഡി പ്രോബ്ലമാണ് ഉണ്ടാകുക. അതായത് വൺ ബോഡി പ്രോബ്ലത്തിൻ്റെ കേസിലാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം r ക്രോസ് p വിച്ച് ഈസ് ഈക്വൽ ടു r ക്രോസ് മ്യൂ v വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ r ക്രോസ് v എന്ന് എഴുതാം.
പി എന്ന് പറയുന്നത് ഈക്വൽ ടു എം വി ആണ്. എം എന്ന് പറയുന്നത് നമ്മൾ എന്താ ഇവിടെ റെഡ്യൂസ്ഡ് മാസ് മ്യൂ ആക്കിയെടുത്തു. സോ മ്യൂ വി വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ആർ ക്രോസ് വി എന്ന് കിട്ടും. It can be shown L is same as the angular momentum of m1 and m2 about the center of mass, namely LC. അതായത് L എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഓഫ് m1 ആൻഡ് m2 ആണ്. അബൌട്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ കേസിൽ LC ഈക്വൽ ടു എന്ത് വരും? LC ഈക്വൽ ടു m1 r1 ഡാഷ് ക്രോസ് v1 ഡാഷ് പ്ലസ് m2 r2 ഡാഷ് ക്രോസ് v2 ഡാഷ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2.16 ആൻഡ് 2.17. അതായത് ഈ r1 ഡാഷിന് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു, അത് r2 ഡാഷിന് പറഞ്ഞു അത് പറഞ്ഞിരുന്നു. അതേ ആ ഇക്വേഷൻ നമ്മൾ ഈ r1 ഡാഷിൽ r2 ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് LC എങ്ങനെ എഴുതാം? m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r ക്രോസ് v1 ഡാഷ് മൈനസ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ആർ ക്രോസ് v2 ഡാഷ്. ദെൻ നമ്മൾ m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നത് മ്യൂ ആണ്. m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ആർ എന്നത് കോമൺ ആയതുകൊണ്ട് നമ്മൾ മ്യൂ ആർ നമ്മൾ പുറത്തെടുക്കുന്നു. ഇത് മ്യൂ, ഇത് ആർ. സോ മ്യൂ ആർ നമ്മൾ പുറത്തെടുക്കുന്നു. സോ v1 ഡാഷ് മൈനസ് v2 ഡാഷ് ആണ് പിന്നെ അവിടെ ഉണ്ടാകുക. സോ നമ്മൾ v1 ഡാഷ് മൈനസ് v2 ഡാഷ് നമ്മൾ ഓൾറെഡി വി ആക്കി എടുക്കുന്നു. സോ മ്യൂ ആർ ക്രോസ് വി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ആംഗുലാർ മൊമെൻറ്റം L കിട്ടി. സിമിലർലി ദ ടോട്ടൽ എനർജി ഈസ് ദ എനർജി ഓഫ് m1 ആൻഡ് m2 റിലേറ്റീവ്ലി ടു ദ സെൻറ്റർ ഓഫ് മാസ്, നെയിംലി EC. അതായത് സെൻറ്റർ ഓഫ് മാസ് EC എന്ന് പറയുന്നത് എന്തായിരിക്കും? EC വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m1 ഇൻറ്റു v1 ഡാഷ് ഡോട്ട് v1 ഡാഷ് പ്ലസ് ഹാഫ് m2 ഇൻറ്റു v2 ഡാഷ് ഡോട്ട് v2 ഡാഷ് പ്ലസ് UR എന്നാണ്. സോ ഹാഫ് mv² ആണ് എന്ത് എനർജി എന്ന് പറയുന്നത്. അപ്പം v1 ഡാഷ് ഡോട്ട് v1 ഡാഷ് എന്ന് എഴുതിയതിനെ സോ v2 ഡാഷ് ഡോട്ട് v2 ഡാഷ് എന്ന് എഴുതി ഇതിനെ പ്ലസ് UR. നമ്മൾ മ്യൂ വിക്ക് എന്ത് m1 v1 ഡാഷ് എന്നും m2 ഈക്വൽ ടു എന്ത് m2 v2 ഡാഷ് ഈക്വൽ ടു മൈനസ് മ്യൂ വി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് EC നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് മ്യൂ വി ഡോട്ട് v1 ഡാഷ് മൈനസ് v2 ഡാഷ് പ്ലസ് UR ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ വി ഡോട്ട് വി പ്ലസ് UR ഈക്വൽ ടു E എന്ന് കിട്ടും. സോ നമുക്കതിൻ്റെ ടോട്ടൽ എനർജിയും കിട്ടി.